കോട്ടയം പട്ടണത്തിൽ നിന്ന് 5 കിലോമീറ്റർ മാറി മൂലാട് ബിനി കൈതൈ ഏദൻതോട്ടം എന്ന ഫാം ഹൗസിലാണ് നമ്മൾ ഇരിക്കുന്നത്. ബിനി, നമസ്കാരം. ഇവിടെ എന്തെല്ലാം പക്ഷികളെയാണ് വളർത്തുന്നത്? ഇവിടെ പക്ഷികളെന്ന് പറഞ്ഞാല് മക്കാവ് ഉണ്ട്, പിന്നെ ലോറിക്കീറ്റുണ്ട്, പിന്നെ പെസൻസ് ഒരു 7 വെറൈറ്റി ഉണ്ട്, പിന്നെ സാധാരണ നമ്മൾ കാണുന്ന ഫാൻസി പൗൾട്രി, കരിങ്കോഴി, പിന്നെ ലവ് ബേർഡ്സ്, ആഫ്രിക്കൻ ഉണ്ട്, സാധാ ഉണ്ട്, റെഡ് ഐ ഉണ്ട്, അങ്ങനെ കുറെ ഇനങ്ങൾ പക്ഷികൾ, വിവിധ പക്ഷികൾ ഉണ്ട് എന്റെ ഫാം ഹൗസിൽ. ഈ ഫാം ഹൗസ് തുടങ്ങിയിട്ട് ഏകദേശം എത്ര വർഷമായി? ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ എനിക്ക് കൊച്ചിലെ മുതൽ ഇതിനോടൊക്കെ താല്പര്യമായിരുന്നു. അപ്പം എനിക്ക് ആന്ധ്രയില ബിസിനസ്. ഞാൻ ചെറുപ്പം മുതലേ ആന്ധ്രയിലായിരുന്നു. ഇവിടെ 4 വയസ്സുള്ളപ്പം എന്റെ ഫാദർ അവിടെ ഒരു പത്രത്തിന്റെ മാനേജറായിട്ടിരുന്നതാണ്. അപ്പം ഞാൻ എന്റെ എഡ്യൂക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ആന്ധ്രയിലായിരുന്നു. അപ്പൊ ഞാൻ ബിസിനസ്സിലോട്ട് 97 വന്നു. അത് കഴിഞ്ഞപ്പം എനിക്കൊരാഗ്രഹമായിരുന്നു കുറച്ച് സ്ഥലം മേടിച്ച് അവിടെ ഒരു ഫാം ഹൗസ് സെറ്റ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. 99 അത് നടത്തി. ഞാൻ ഒരു ചെറിയ പ്ലോട്ട് 2.5 ഏക്കർ സ്ഥലം ആന്ധ്രയില് കൃഷ്ണാനദിയുടെ തീരത്ത് മേടിച്ച് അവിടെ ഇതെല്ലാം പട്ടികള്, പ്രാവ്, നമ്മുടെ പാത്ത, ഫ്ലൈങ് ഡക്ക്, പിന്നെ വിവിധ തരം ഫാൻസി പൗൾട്രികള്, പൗൾട്രി എന്ന് പറഞ്ഞ കോഴികള്, ഇതെല്ലാം ഞാൻ അവിടെ തന്നെ എനിക്ക് ഒരു ശേഖരണം ഉണ്ടായിരുന്നു. പിന്നീട് അവിടെ ക്യാപിറ്റൽ ആന്ധ്ര തെലങ്കാന വിഭജനം വന്നപ്പം എനിക്ക് എന്റെ ഭൂമി ക്യാപിറ്റൽ ഡെവലപ്മെന്റിന് വേണ്ടി കൊടുക്കേണ്ടി വന്നു. അങ്ങനെ വന്ന സ്ഥിതിക്ക് അന്നേരം ഞാൻ ഓർത്ത് വൈ നോട്ട് ഐ ഡു ഇറ്റ് ഹിയർ ഇൻ കേരള. ഇവിടെ കേരളത്തിൽ കോട്ടയത്ത് വീട്ടിൽ തന്നെ ചെയ്യാനായിട്ട് 2 ലോറി അവിടുന്ന് ഹയർ ചെയ്ത് ഇതിനെല്ലാം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇവിടെ തുടങ്ങിയിട്ടിപ്പം 2012 തുടങ്ങിയതാണ്. അന്ന് മുതലേ എനിക്ക് ഇവിടെ ഈ ഫാം ഹൗസ് ഉണ്ട്. അലങ്കാര പക്ഷികളോട് അന്ന് തൊട്ടേ ഒരു ചെറുപ്പം മുതലുള്ള താല്പര്യമാണ്. ഈ സിൽവർ പ്രസന്റിന്റെ പ്രത്യേകത എന്തെല്ലാണെന്ന് പറയോ? ചൈനീസ് സിൽവർ പ്രസന്റ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്രസന്റാണ്. എനിക്ക് പ്രസന്റില് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. പിന്നെ അത് എന്ന് പറഞ്ഞാൽ നല്ല വെള്ള കളറിൽ ബ്ലാക്ക് സ്ട്രൈപ്പ് പോലെ വന്നിട്ട് മുഖത്തൊക്കെ ചീക്സ് ഒക്കെ ചുമന്ന് ഇവിടെ ഒരു ഹെയർ സ്റ്റൈല്, വേറെ രീതിയിൽ തൊപ്പി പോലെയുള്ള ഒരു ഹെയർ സ്റ്റൈല്, ലാർജ് ബേർഡാണ്. ഗോൾഡൻ പെസന്റിനെ കഴിഞ്ഞ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ വലിയ ബേർഡാണ് സൈസില്. കാണാൻ മനോഹരം. ഈ സിൽവർ പ്രസന്റിന്റെ ആഹാര രീതികളൊന്ന് പറയാം. ആഹാര രീതികള് പല ടൈപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് ഗ്രെയിൻസ് എന്ന് വെച്ചാല് മണിച്ചോളം, കമ്പ്, പിന്നെ പഞ്ഞപ്പുല്ല്, പോളിഷ്ഡ് അല്ലാത്ത തോലോടെയുള്ള പഞ്ഞപ്പുല്ല്, ഇതൊക്കെ കുതിർത്ത് കൊടുക്കാം. ഗോതമ്പ്, തെന, ഇതെല്ലാം കഴിക്കും ബേർഡ്. പിന്നെ ഞാനിവിടെ കോഴിക്ക് കൊടുക്കുന്ന ലെയർ പെലറ്റ് കൊടുക്കാറുണ്ട്. ലെയർ പെലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മുട്ടയുടെ ഉത്പാദനം ഒന്നുകൂടെ കൂടും. ഈ കൂടിന് പ്രത്യേകത വല്ലുണ്ടോ? ഏത് പ്രത്യേക രീതിയിലാണ് ഇതിന്റെ ഉണ്ടാക്കുന്നത്? അങ്ങനെ വല്ലതും ഉണ്ടോ? കൂടിന് പ്രത്യേകത എന്ന് പറഞ്ഞാല് ശരിക്കും 5 കൂട് മതി ഒരു പേർമയുടെ. 5 അടി വീതിയും നീളവും, പിന്നെ പൊക്കോ 5 അടി ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കയറി ഇറങ്ങാനും ഒക്കെയുള്ള ഒരു. പിന്നെ പറ്റുമെങ്കിൽ ഡബിൾ ഡോർ സിസ്റ്റം വെക്കുക എന്നുള്ളതാണ് ഇതില് ഏറ്റവും നമുക്ക് ദിവസവും ക്ലീൻ ചെയ്യാനായിട്ടും കയറി ഫുഡും വെള്ളവും മാറ്റി വെക്കാനായിട്ടും ഒക്കെ നമുക്ക് ഡബിൾ ഡോർ സിസ്റ്റം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആ ഡോറിനകത്ത് എന്റെ കേസ് കണ്ടു കാണും, കഴിഞ്ഞ വീഡിയോക്കകത്ത് കണ്ടു കാണാം. അപ്പൊ അതിന് ഡബിൾ ഡോർ സിസ്റ്റം. ഈ ബേർഡ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിടുത്തം കിട്ടുമല്ലോ, പറന്നു പോകും. അത് നമ്മളായിട്ട് ടൈം ആവുമല്ലോ. കോഴി വളർത്തുന്ന പോലെയല്ല പെസന്റ്.
പിന്നെ ഇതിന് ആഹാരത്തിന്റെ ക്വാണ്ടിറ്റി, കൊടുക്കുന്നതും ക്വാളിറ്റി ഒക്കെ എന്ന് പറയാം. ഒന്ന് അത് എത്ര കൊടുക്കണം, രാവിലെ എത്ര, ഇങ്ങനെ അങ്ങനെ വല്ല അങ്ങനെയൊന്നുമില്ല, അങ്ങനെ കണക്കൊന്നുമില്ല. നമ്മൾ വൺ ടൈം ഫീഡിങ്ങേ ഉള്ളൂ. അത് നമ്മള് നമ്മുടെ ബേർഡ്സിന്റെ സംഖ്യ അനുസരിച്ച് എന്റെ അടുത്ത് ഇപ്പം ചില കേജസ് 3 പെടയും 1 പൂവനും ഉണ്ട്. അപ്പൊ അതിനങ്ങനെ ക്വാണ്ടിറ്റി അതിനനുസരിച്ച്. ഇതിനൊന്നും വലിയ കോഴി കഴിക്കുന്ന പോലെ വലിയ ആഹാരം എടുക്കാറില്ല. ഇത് നമ്മള് 100-150 ഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ 2 ബേർഡ്സിന് തികയും. മരുന്ന് വെള്ളം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ നമ്മള് മിമറാല് പിന്നെ D52 ഇങ്ങനെയുള്ള മരുന്നുകൾ നമ്മള് വെള്ളത്തിൽ കഴുകി കൊടുക്കുന്നുണ്ട്. 1 ml 1 ലിറ്റർ വെള്ളത്തില് കഴുകി കൊടുക്കുന്നുണ്ട്. ഈ വ്യവസായ അടിസ്ഥാനത്തില് ഇതിന്റെ ഡിമാൻഡ് ഒക്കെ എങ്ങനെയുണ്ട്? ഡിമാൻഡ് എന്ന് പറഞ്ഞാല് ചൈനീസ് സിൽവർ പെസന്റ് വലിയ കോസ്റ്റ്ലി ബേർഡ് അല്ല. നമുക്ക് 14 മുതൽ 16,000 റുപ്പീസിൽ ഒരു അഡൽട്ട് പെയറിനെ കിട്ടുന്നുണ്ട് ഇപ്പം മാർക്കറ്റില്. കുഞ്ഞുങ്ങളെ അനുസരിച്ച് നോക്കിയാൽ ഞാൻ ഡേ ഓൾഡ് 1250 രൂപയ്ക്കാണ് ഞാൻ ഡേ ഓൾഡ് എന്ന് വെച്ചാൽ വിരിഞ്ഞ് ഇറങ്ങുന്ന ഉടനെ തന്നെ കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ അടുത്ത് കുറച്ചുകൂടെ നമ്മള് വളർത്തി വരുവാണെങ്കിൽ അതിനനുസരിച്ച് വില കൂടും. പിന്നെ ഇഷ്ടം പോലെ. ഞാൻ കഴിഞ്ഞ തവണ ഇവിടുന്ന് ആന്ധ്രയിൽ നിന്ന് ഒരു പാർട്ടി ഇങ്ങനെ വന്നിട്ട് അവർ 1 ലോഡ് പെസന്റ് എടുത്തോണ്ട് പോയി. 1 ലോറി നിറച്ചു. എന്റെ അടുത്ത് നിന്ന് മാത്രമല്ല, അവരുടെ അടുത്ത് നിന്നും അവർ ശേഖരിച്ച് കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന കേരളത്തിലാണ് ഇതിന്റെ പൊതുവെ റേറ്റ് കുറവ്. ഞാൻ ഈ ബേർഡ്സിനെ മേടിക്കാൻ ബീഹാറും ജംഷഡ്പൂറും ഒക്കെ പോയി വന്നതാണ്, കൽക്കട്ട. അവിടുത്തെ ഒക്കെ വളരെ വിലക്കുറവായിട്ടാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഈ ബേർഡ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ഇവിടുന്ന് കൂടുതലും പുറത്തോട്ടുള്ള സ്റ്റേറ്റുകളിലോട്ടാണ് പോകുന്നത്, കൽക്കട്ട, ആന്ധ്ര. ഇവിടെ സിൽവർ പെസന്റ് ഞാൻ അവർക്ക് 14,000 കൊടുത്ത് അവരവിടെ ചെന്ന് ഒരു പൂവനെ മാത്രം 17,000 റുപ്പീസിലാണ് അവര് വിറ്റത്. അപ്പൊ അതിനനുസരിച്ച് നമുക്കറിയാൻ പറ്റും അവിടുത്തെ മാർക്കറ്റ്. കേരളത്തിൽ നിന്ന് മേടിക്കുന്നതാണ് എപ്പോഴും സേഫ് ആയിട്ടുള്ളത്. കേരളത്തിൽ നിന്നാണ് വില കുറച്ചും കിട്ടുന്നത് നമുക്ക്. ഈ പുതിയ വ്യവസായ സംരംഭകർക്ക്, വ്യവസായം നടത്തുന്നവർക്ക് ഇതുപോലെ പെസന്റും ഈ കരിങ്കോഴിയും ഒക്കെ എല്ലാം വളർത്തുന്നുണ്ടല്ലോ. അപ്പൊ അവർക്ക് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാനുണ്ടോ അവരുടെ ഈ? തീർച്ചയായിട്ടും. നമ്മൾ ഏത് ബേർഡിനെ വളർത്തിയെന്ന് പറഞ്ഞാൽ ഇപ്പൊ നാടൻ കോഴി ഇപ്പൊ അന്തരിച്ചു പോയി. പണ്ട് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന എന്റെയൊക്കെ കുട്ടിക്കാലത്ത് പുള്ളിക്കോഴി, പിന്നെ നേക്കഡ് നെക്ക് എന്ന് പറഞ്ഞ കഴുത്തെ കൂടെ ഇല്ലാത്ത ടൈപ്പ്, പിന്നെ സാധാ നാടൻ കോഴി, പിന്നെ തൊപ്പിയുള്ള ചെറിയ തൊപ്പിയുള്ള നാടൻ കോഴി ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പം ഇല്ല. ഇപ്പൊ ഞാൻ അതിന്റെ ഒരു ശേഖരണത്തിലും കൂടെയാണ് ഞാൻ ഈ ഫാം എക്സ്റ്റെൻഡ് ചെയ്ത് പഴയ നമ്മുടെ നാടൻ ബ്രീഡ് പിന്നെയും നമ്മുടെ വിപണിയിലോട്ട് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്. അത് കോഴി തന്നെ വെച്ച് വിരിക്കാനാണോ അതോ കോഴി തന്നെ വെച്ച് നമ്മുടെ വരുന്ന തലമുറകൾക്കൊക്കെ എന്റെ അടുത്ത് ഇൻക്യുബേറ്റർ ഉണ്ട്. 300 മുട്ട വെക്കുന്ന ഇൻക്യുബേറ്റർ ഉണ്ട്, ഓട്ടോമാറ്റിക് ആയിട്ടുള്ള. പക്ഷെ എപ്പോഴും ഒരു ബേർഡിനെ നാച്ചുറലായിട്ട് അതിന്റെ പേരന്റ് വളർത്തിക്കൊണ്ട് വന്നാലേ, തള്ളക്കോഴി വളർത്തിയാലേ അതിന് ഈ പ്രകൃതിയിൽ പിടിച്ചു നിൽക്കാനായിട്ട്, ഇപ്പൊ ഒരു കാക്കയോ അല്ലെങ്കിൽ ഒരു പുള്ളോ വന്നു കഴിഞ്ഞാല് മാറി നിൽക്കാനായിട്ടുള്ള ഈ ബോധം പറഞ്ഞു കൊടുക്കുന്നത് അമ്മയാണ്. ബുദ്ധി അല്ല, നമ്മൾ ഇൻക്യുബേറ്ററിൽ നിന്ന് എടുത്താൽ ചുമ്മാ പൊട്ടന്മാരായിട്ട് അത് ആയിപ്പോകും. ഞാൻ പിന്നെ ഇൻക്യുബേറ്റർ മേടിച്ച് വെച്ചിരിക്കുന്ന കോഴിയുടെ പർപ്പസിനല്ല, ഈ എക്സോട്ടിക്, ഈ പെസന്റ് കോഴിയുടെയൊക്കെ ഹാച്ചറി കൊടുത്തു കഴിഞ്ഞാൽ അവർ വിരിയിച്ചു തരും. വെറും നിസ്സാരമായിട്ടുള്ള എമൗണ്ടേ ഉള്ളൂ ഹാച്ചറി വിരിയിക്കുന്നത്. പെസന്റ് എന്ന് പറഞ്ഞാൽ ഡേറ്റുകൾ 21 ദിവസമാണ് ഈ കോഴിയുടെ ഇൻക്യുബേഷൻ പീരിയഡ്. അപ്പം ഹാച്ചറിയിലൊക്കെ ഒന്നെങ്കിൽ കോഴി, അല്ലെങ്കിൽ കാട, അല്ലെങ്കിൽ താറാവ്, ഈ 3 ഇനങ്ങളെ അവര് വിരിയിക്കുള്ളൂ. ഈ പെസന്റ് എന്നൊക്കെ പറഞ്ഞാൽ 22 ദിവസമായിരിക്കും, അല്ലെങ്കിൽ 24 ദിവസമായിരിക്കും. അപ്പൊ അവരുടെ ആ ഷെഡ്യൂൾ അങ്ങ് മാറിപ്പോകും. അതുകൊണ്ട് അവര് അതിനെ കൂടുതലും അവര് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇൻക്യുബേറ്റർ മേടിച്ചത്. അപ്പം ഇതില് ഞങ്ങൾക്ക് തന്ന നല്ലൊരു അഡ്വൈസ് ആണ്. ഇത് എല്ലാവർക്കും ഈ മേഖലയിലോട്ട് ഒരുപാട് പ്രോമിസിംഗ് ആണ്. പിന്നെ നമ്മുടെ നാടൻ കോഴിയൊക്കെ ഇപ്പം ഈ ബ്രോയിലറും മറ്റേതും ഒക്കെ കംപ്ലീറ്റ് ഈ സ്റ്റെറോയിഡ് അടിച്ച് വരുന്ന സംഭവങ്ങളാണ്. നമ്മൾ തന്നെ നമ്മുടെ വീട്ടിലെ വേസ്റ്റ്, പിന്നെ എല്ലാ ടൈപ്പ്, ഞാനിപ്പോ കോഴികൾക്ക് വാഴപ്പിണ്ടി, പിന്നെ ഈ നമ്മുടെ സാമ്പാർ ചീര, പിന്നെ മുരിങ്ങയില, വാഴയില, പിന്നെ പല തുളസി, പനിക്കൂർക്കല, ഇതെല്ലാം മിതമായിട്ടുള്ള രീതിയിൽ അരിഞ്ഞ്
അതിനെ ഫീഡിന്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം പച്ച പുല്ല് വരെ നമ്മൾ കൂട്ടി കെട്ടി തൂക്കും. എന്നുവെച്ചാൽ നമ്മൾ പുറത്തോട്ട് അഴിച്ചു വിടുന്നില്ല. എന്നുവെച്ചാൽ ക്രോസ് ബ്രീഡിങ് ആയി പോകുന്നതുകൊണ്ട് നമുക്ക് പുറത്ത് അഴിച്ചു വിടാൻ പറ്റില്ല. ഇപ്പൊ കേജിനകത്ത് ബ്രീഡിങ് ചെയ്യുമ്പോൾ നമ്മൾ ഈ സംഭവങ്ങളെല്ലാം അവർക്ക് എത്തിച്ചു കൊടുക്കും. നാടൻ കോഴികളാണ് ഇനി കൂടുതലായിട്ട് നമ്മുടെ രാജ്യത്ത് വരേണ്ടത് അല്ലേ? നമ്മുടെ തനിമയുള്ള നാടൻ. പിന്നെ അത് മറ്റേ ഇപ്പം പിന്നില് പറഞ്ഞതുപോലെ ഈ ശാസ്ത്രീയമായി ഉണ്ടാക്കുന്നതായിട്ട് വ്യത്യാസം ബുദ്ധിയിലും എല്ലാത്തിലും. ഇപ്പം സാധാരണ ഇപ്പം ആന്ധ്രയിലൊക്കെ ഈ പോരുകോഴി, അതും ഇവിടെ എന്റെ ഫാമിലുണ്ട്. ഈ പോരുകോഴി ഫൈറ്റിനൊക്കെ ഉപയോഗിക്കുന്ന കോഴി. എനിക്ക് ഫൈറ്റിങ് താല്പര്യമില്ല, പക്ഷെ എനിക്ക് ആ ബ്രീഡ് നിലനിർത്തിക്കൊണ്ട് പോകണമെന്നുള്ളതുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പം ഈ നാടൻ കോഴി എന്നുവെച്ചാൽ അതിനെയൊക്കെ ഇൻക്യുബേറ്റർ വെച്ച് കഴിഞ്ഞാൽ 18 വയസ്സാണ് ഈ പോരിന് കോഴി അവർ ഇറക്കുന്നത്. അപ്പം ആ 18 മാസം കൊണ്ട് ഇതിന് ഇന്റലിജൻസ് മാറി നിൽക്കാനും അടുത്ത കോഴി അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ മാറി നിൽക്കാനും അതൊക്കെ കിട്ടും. ഏത് ഈ പൊരുന്ന വെച്ച ഇൻക്യുബേറ്റർ വെച്ചാൽ കുറച്ച് മതിപ്പാണ്. എന്റെ അനുഭവത്തിൽ കൂടെ ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ നാടൻ പൊരുന്നക്കോഴികൾ ഇപ്പം അന്തരിച്ചു പോയി. പാറിന്റെ അടുത്തും പൊരുന്നക്കോഴിയില്ല. എല്ലാരും ഈ നാടൻ എന്നൊക്കെ പറഞ്ഞിരുന്നു ഈ ഗ്രാമശ്രീ ഇതൊക്കെ മണ്ണൂത്തിയില് അവര് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വീടുകളാണ്. പണ്ടൊക്കെ നമ്മുടെ വീടുകളില് പൊരുന്നക്കോഴി വെച്ച് മുട്ടയുണ്ടാക്കി കൊച്ചിലൊക്കെ നമ്മൾ കാണുമായിരുന്നു. ഇപ്പൊ അതില്ല, പിള്ളേർക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ അതെല്ലാം കൂടെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് അന്തരിച്ചു പോയ സംഭവങ്ങളെ ഒന്ന് തിരിച്ച് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണ്. അതിനുവേണ്ടി ഞാൻ ഒരു ദിവസം മിനിമം ഒരു 50-60 കിലോമീറ്റർ പല സ്ഥലങ്ങളിലും പോയി പഠിക്കുന്നുമുണ്ട്. അതിനെപ്പറ്റി അന്വേഷിച്ച് കണ്ടെത്തി കൊണ്ടുവരാറുമുണ്ട്. ഇപ്പൊ ഞാൻ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്ന പിന്നിലുള്ള ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ബെൽ ബട്ടൺ അമർത്തിയാൽ എന്റെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ബിനിലിന്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏത് സമയത്തും വിളിക്കാവുന്നതാണ്.